വലതുപക്ഷ മാധ്യമങ്ങൾ ഡിവൈഎഫ്ഐയെയും എസ്എഫ്ഐയെയും കടന്നാക്രമിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. പയ്യന്നൂരിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച സി.വി. ധനരാജ് അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ ശക്തികൾക്ക് മുൻപിൽ മുട്ടുമടക്കാതെ ഇടതുപക്ഷം മുന്നോട്ടു പോകുമെന്നും വസീഫ് പറഞ്ഞു. ഡിവൈഎഫ്ഐക്കും എസ്എഫ്ഐക്കുമെതിരെ വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങളാണ് വലതുപക്ഷവും മാധ്യമങ്ങളും സംസ്ഥാനത്ത് നടത്തുന്നത്. വർഗീയതയ്ക്കെതിരായി ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് ഇത്തരക്കാരെ അസ്വസ്ഥരാക്കുന്നത്. വി വസീഫ് പറഞ്ഞു. അവരെത്ര പേരെ കൊലപ്പെടുത്തിയാലും ധനരാജിന്റെ പ്രസ്ഥാനം ഈ പയ്യന്നൂരിനകത്തും കണ്ണൂരിനകത്തും പ്രതിരോധ കോട്ടകൾ തീർത്ത് വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കും എന്ന് തന്നെയാണ് ഈ നാടിന് പറയാനുള്ളത്. എസ്എഫ്ഐ ആക്രമിക്കുകയാണ്, ഡിവൈഎഫ്ഐ ആക്രമിക്കുകയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും എല്ലാം ഒറ്റക്കെട്ടായി തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് പക്ഷേ ഈ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളുമൊക്കെ കേട്ട വാർത്ത കണ്ണൂർ സർവകലാശാല യൂണിയന്റെ റിസൾട്ടാണ്. മുഴുവൻ സീറ്റിലും തുടർച്ചയായി എസ്എഫ്ഐ വിജയം ആവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുതന്നെയാണ് സഖാവ് ധനരാജിന്റെ ഓർമ്മയിൽ ഈ കണ്ണൂരിലെ പുതിയ തലമുറക്ക് പറയാനുള്ളത്. ഒരു വർഗീയവാദികൾക്ക് മുമ്പിലും ഈ കണ്ണൂര് മുട്ടുമടക്കില്ല എന്ന് തന്നെ ആ പ്രഖ്യാപന നടത്തിയത്. പയ്യന്നൂരിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച സി.വി. ധനരാജ് അനുസ്മരണ പരിപാടി വസീഫ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബോയ്സ് സ്കൂളിലെ എ.കെ. കൃഷ്ണ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പി. സന്തോഷ്, സരിൻ ശശി, വി.കെ. നിഷാദ്, പി. അനീഷ, സി.വി. റഹിനേജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.